ഹലോ ഫ്രണ്ട്സ്, ഞാൻ സലു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അഗ്ലോണിമ പ്ലാന്റിൻ്റെ കെയറും അതുപോലെ അതിനെ പറ്റിയുള്ള ഇൻഫർമേഷനും അതിൻ്റെ പ്രൊപ്പഗേഷനെ പറ്റിയൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം കാണുന്ന കുറച്ച് കാഴ്ചകൾ ഞങ്ങൾ മേട്ടുപ്പാളയത്തിൽ നിന്നും ഊട്ടിയിലേക്ക് പോയത് ഒരു ടോയ് ട്രെയിനിലാണ് പോയത്. അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് കാണുന്നത്. IRCTC വെബ്സൈറ്റ് വഴിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത് പോയത്. ഇല്ലാന്നുണ്ടെങ്കിൽ മേട്ടുപ്പാളയത്ത് ചെന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. പക്ഷെ ഭയങ്കര ഒരു ക്യൂ ആണ്, ചില സമയത്ത് ഭയങ്കര ക്യൂ ആണ്. നമുക്ക് ചിലപ്പം ടിക്കറ്റ് കിട്ടിയെന്നാവും. അല്ലാത്ത വിഷയം നമുക്ക് IRCTCയുടെ വെബ്സൈറ്റ് വഴി പോവുകയാണെങ്കിൽ നല്ലത്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഒരിക്കലെങ്കിലും ഫാമിലി ആയിട്ട് പോകണം. അത്ര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഒരു 45 കിലോമീറ്റേഴ്സേ ഉള്ളൂ, എങ്കിലും നമ്മൾ പതുക്കെയാണ് ഈ ടോയ് ട്രെയിൻ പോകുന്നത്. അതാണ് ഈ കാഴ്ചകളെല്ലാം കാണുന്നത്. അഗ്ലോണിമ പ്ലാന്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റാണ്. അത് ഇൻഡോറും ഔട്ട്ഡോറും ഒരുപോലെ തന്നെ നമുക്ക് വെക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്, ഇലച്ചെടികളാണ് എല്ലാവരും കളക്ട് ചെയ്യുന്നത്. ഇപ്പം നഴ്സറി പോയി കഴിഞ്ഞാലും ഇപ്പം ഇലച്ചെടികളാണ് കൂടുതലായിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ അഗ്ലോണിമ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ഗ്രോത്താണ്. വന്നു കഴിഞ്ഞാൽ നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് ആ ഒരു ചട്ടിയിൽ നല്ല പോലെ ആ പോട്ട് നിറയെ ലീവ്സ് ഉണ്ടാകും. അത് പല കളേഴ്സിലും പല ഷേപ്പിലും ഉള്ള അഗ്ലോണിമാസാണ് ഇപ്പം നമുക്ക് കാണുന്നത്. ചില അഗ്ലോണിമ പ്ലാന്റിൻ്റെ അകത്ത് ചെറിയ പൂക്കൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ പീസ് ലില്ലിയുടെ പോലത്തെ ഒരു ചെറിയ ടൈപ്പിലുള്ള പൂക്കളാണ് വരുന്നത്. അഗ്ലോണിമ പ്ലാന്റ്സിന് ഡയറക്റ്റ് സൺലൈറ്റ് വേണം. പക്ഷേ ഉച്ച സമയത്തുള്ള ഒരു നല്ല കടുപ്പമുള്ള വെയിലൊന്നും പറ്റത്തില്ല. ആ ഒരു സൺലൈറ്റിന് പകരം രാവിലത്തെ സൺലൈറ്റും അതുപോലെ വൈകുന്നേരത്തെയും സൺലൈറ്റുമാണ് കൂടുതലായിട്ടും ഈ പ്ലാന്റ്സ് പ്രിഫർ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം ഉച്ചയ്ക്കത്തെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ തന്നെയും ചെടികളെല്ലാം കരിഞ്ഞു പോകാനുള്ള, ലീവ്സ് എല്ലാം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നല്ല പോലെ എല്ലാ ദിവസവും വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നാൽ എൻ്റെ പോട്ടിൽ കെട്ടി നിൽക്കരുത്. ഡ്രെയിനേജ് നന്നായിട്ട് തന്നെ ഉണ്ടായിരിക്കണം. നല്ലൊരു ഈർപ്പം ഈ പ്ലാന്റ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോ മെയിൻ്റനൻസ് ആണ്. നമുക്ക് ഇതിന് ഒരുപാട് കെയർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം 2 ആഴ്ച കൂടുമ്പം ചെറുതായിട്ടൊന്ന് വളമൊക്കെ കൊടുത്ത് 2-3 ആഴ്ച കൂടുമ്പം നമ്മൾ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് നടുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളുടെ ഗാർഡൻ സോയിലും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്ക് 3 ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം പൊളിപ്പിച്ചതിന് ശേഷം അത് നമുക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചെറിയ വളം മതി. ഇതിന് ഒരുപാട് വളം വേണ്ട. അല്ലാതെ തന്നെ നല്ല പോലെ വളരുന്ന ചെടിയാണ്. കേരള ക്ലൈമറ്റിന് ഏറ്റവും യോജിച്ച ഒരു പ്ലാന്റും കൂടിയാണ്. അതുപോലെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. താഴത്തെ ഭാഗം, നമ്മളുടെ ആ തണ്ടിൻ്റെ താഴത്തെ ഭാഗം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒരു കുപ്പിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് അതിൻ്റെ അകത്ത് ഈ തണ്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്തുനിന്ന് ഒരാഴ്ച കഴിയുമ്പം തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് റൂട്ട്സ് വരാൻ തുടങ്ങും. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ല നമ്മളുടെ ഈ ഇതിൽ ബുഷിയായിട്ട് നിൽക്കുവാണെങ്കിൽ അതൊരു സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് റൂട്ട്സോട് കൂടി തന്നെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഓരോ പോട്ട്സിലായിട്ട് വെക്കാം. ഇത് ശരിക്കും വീട്ടമ്മമാർക്ക് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒത്തിരി പേര് തന്നെ ഇത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലീവ്സിൻ്റെ കളറ് കണ്ടോ, അതിൻ്റെ ആ റെഡും ഗ്രീനും ഒക്കെ ആയിട്ടുള്ള കളർ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. റെഡ് ലിപ്സ്റ്റിക്കിന് നല്ല വിലയുണ്ട് നമ്മുടെ നഴ്സറികളിൽ. വീട്ടമ്മമാർക്ക് ശരിക്കും ഇത് ചെറിയ തോതിൽ തുടങ്ങാം. ആദ്യത്തെ ബിഗിനേഴ്സായിട്ട് ഇങ്ങനെ നഴ്സറി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആദ്യം തുടങ്ങാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ്. കാരണം ഇത് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് വേഗം പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആ രീതിയിൽ 2 രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സമ്മർ സീസണിൽ ധാരാളം വെള്ളം വേണം.
നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ വിൻ്റർ സീസൺ ആകുമ്പോഴത്തേക്ക്, മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അധികം വെള്ളം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്, കുറച്ച് തണുപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അഗ്ലോണിമ. അഗ്ലോണിമ എല്ലാവരും വീട്ടിൽ കോർണറിൽ ഒരെണ്ണം മാത്രം വെച്ചാൽ മതി, അത്രയ്ക്ക് തന്നെ ഉണ്ട്. ലീവ്സൊക്കെ വളരെ വലുതായത് കാരണം ബുഷി ആയിട്ടാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ നല്ല അട്രാക്റ്റീവാണ്. ഇത് എൻ്റെ വീട്ടിലുള്ള റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമയാണ്. ഇത് ഒരു 3 മാസമായതേ ഉള്ളൂ ഞാനിത് കൊണ്ടുവച്ചിട്ട്. ഇതിൻ്റെ തണ്ടിൻ്റെ ഭാഗത്ത് വേണം നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിൽ വെക്കാനായിട്ട്. അപ്പം അവിടെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ വേഗം അത് റൂട്ട്സ് വരാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇതുപോലെ നമുക്ക് ഓരോ ചട്ടിയിലാക്കി ഓരോ പോട്ട്സിലാക്കി നമുക്കിങ്ങനെ മാറ്റി മാറ്റി സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറ്റും. Please subscribe my channel.